ആദ്യം പ്രദക്ഷിണം ചെയ്ത് ആ ചൈതന്യമെല്ലാം ഉൾക്കൊണ്ട് വന്ന് വേണം നമ്മൾ പൂർണ്ണമായിട്ടും ആ ക്ഷേത്ര പ്രസാദം സ്വീകരിക്കാൻ. പ്രസാദം വാങ്ങിക്കഴിഞ്ഞാല് അപ്പൊ തന്നെ അതിൽ കിട്ടുന്ന ചന്ദനമോ കളഭമോ അല്ലെങ്കിൽ സിന്ദൂരമോ എന്തുമായിക്കൊള്ളട്ടെ, അത് അവിടെ നിന്ന് തന്നെ നമ്മുടെ തിരുനെറ്റിയിൽ അണിയുക എന്നുള്ളത് ഇത് തെറ്റായിട്ടുള്ള ഒരു അമ്പലത്തിൽ പോയി കഴിഞ്ഞാൽ അമ്പലത്തിൽ നിന്ന് നേരെ വീട്ടിൽ വന്ന് കയറുക എന്നതാണ് നമ്മൾ ഏറ്റവും ആദ്യം ശ്രദ്ധിക്കേണ്ടത്. നമസ്കാരം, എല്ലാവർക്കും പ്രാർത്ഥനാ തീർത്ഥത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ എല്ലാവരും തന്നെ അമ്പലത്തിൽ തൊഴാൻ പോകുന്നവരാണ്. ഇങ്ങനെ അമ്പലത്തിൽ തൊഴാൻ പോകുന്ന സമയത്ത് അവിടുത്തെ തിരുമേനി നമുക്ക് പൂവും പ്രസാദവും പ്രസാദ ഇലയും ഒക്കെ നൽകാറുണ്ട്. ഈ പ്രസാദവും പ്രസാദ ഇലയും നിങ്ങൾ വീട്ടിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ എന്താണ് ചെയ്യാറ്? ഇന്ന് ഞാൻ പറയുന്ന രീതിയിൽ നിങ്ങളൊന്ന് ചെയ്തു കഴിഞ്ഞാൽ ആ ഒരു പ്രസാദവും പ്രസാദ ഇലയും ഞാൻ പറയുന്ന രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ സകല ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും വന്നു ചേരുന്നതാണ്. ഒരുപാട് പേര് ഈ പ്രസാദവും പ്രസാദ ഇലയും വീട്ടിൽ കൊണ്ടുവന്ന് ഒരുപാട് തെറ്റുകൾ ചെയ്യാറുണ്ട്. അറിവില്ലായ്മ മൂലമാണ് തെറ്റുകൾ ചെയ്യുന്നത്. എന്നിരുന്നാലും അത് നമുക്ക് ദോഷം വിളിച്ചു വരുത്തുന്ന കാര്യമാണ്. ഒരുപക്ഷെ നമ്മൾ ആ ചെയ്ത ക്ഷേത്ര ദർശനത്തിന്റെ ഫലം പോലും നമുക്ക് ഇല്ലാതാക്കുന്നതാണ് നമ്മൾ ചെയ്യുന്ന ഈ തെറ്റുകൾ. അതുകൊണ്ട് തന്നെ ഞാൻ ഈ പറയുന്ന രീതിയിൽ ക്ഷേത്രത്തിലെ പ്രസാദ ഇല വീട്ടിൽ കൊണ്ടുവന്ന് നിങ്ങൾ തീർച്ചയായും ഒന്ന് ചെയ്തു നോക്കുക. അതിൻ്റെതായിട്ടുള്ള ഉയർച്ചയും ഐശ്വര്യവും നിങ്ങൾക്കും കുടുംബത്തിനും വന്നു ചേരുന്നതാണ്. അപ്പൊ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്, എങ്ങനെയാണ് ചെയ്യേണ്ടത്, എന്ത് തെറ്റുകളാണ് നമ്മൾ ഒഴിവാക്കേണ്ടത്, ഇതിനെക്കുറിച്ചെല്ലാം തന്നെ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നതാണ്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അതിനു മുന്നേ നിങ്ങൾ പുതിയതായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ദയവേദി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട്, അതോടൊന്ന് പ്രസ് ചെയ്യുക. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഏറ്റവും ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ ആദ്യം ക്ഷേത്രത്തിലേക്ക് ചെന്ന് കയറുന്ന സമയത്ത് പ്രധാന ദേവൻ അല്ലെങ്കിൽ ദേവിയെയൊക്കെ തൊഴുത് ശേഷം നമ്മൾ ചുറ്റമ്പലമെല്ലാം പോയി കണ്ട് പ്രദക്ഷിണം ചെയ്ത് ഉപദേവന്മാരെയെല്ലാം പ്രാർത്ഥിച്ച് അതിനുശേഷം വേണം ഈ പ്രസാദവും പ്രസാദ ഇലയും സ്വീകരിക്കാൻ എന്ന് പറയുന്നത്. അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. പല ആളുകളും ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് തന്നെ അവിടെ ഓൾറെഡി പ്രദക്ഷിണം കഴിഞ്ഞ് നിൽക്കുന്ന ആളുകൾ ഉണ്ടാവും. അവർ പ്രസാദം വാങ്ങിക്കുന്ന സമയത്ത് ഈ ചെന്ന് കയറി ഉടനെ നമ്മളും വാങ്ങിക്കും. ശേഷം ആ പ്രസാദം കയ്യിൽ പിടിച്ചുകൊണ്ട് നമ്മൾ പ്രദക്ഷിണം ചെയ്യും. ഒരു കാരണവശാലും അങ്ങനെ ചെയ്യാനായിട്ട് പാടില്ല. ആദ്യം പ്രദക്ഷിണം ചെയ്ത് ആ ചൈതന്യമെല്ലാം ഉൾക്കൊണ്ട് വന്ന് വേണം നമ്മൾ പൂർണ്ണമായിട്ടും ആ ക്ഷേത്ര പ്രസാദം സ്വീകരിക്കാൻ എന്ന് പറയുന്നത്. ഏത് പ്രസാദവും ആയിക്കൊള്ളട്ടെ, ഇത് നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. അപ്പൊ നിങ്ങൾക്കൊരു സംശയം വരും, നമ്മൾ ഉപദേവന്മാരെ തൊഴാനായിട്ട് പോകുന്ന സമയത്ത്, ഉപദേവതാ കോവിലിൽ പോകുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? ഉപദേവതകളെ കാണാൻ പോകുമ്പോഴും നമ്മൾ ഇത് തന്നെ ശ്രദ്ധിക്കണം. കാരണം ഉദാഹരണത്തിന് ഗണപതി ഭഗവാന്റെ അടുത്താണ് നമ്മൾ, ശിവക്ഷേത്രമാണ്, ഗണപതി ഭഗവാൻ അടുത്തുണ്ട്, നമ്മൾ ഗണപതി ഭഗവാന്റെ കോവിലിലാണ് ഉള്ളത് എന്നിരിക്കട്ടെ. പോകുന്ന സമയത്ത് അവിടെ കരിപ്രസാദം വെച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആ ഗണപതി ഭഗവാനെ തൊഴുത് പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് ആ കരിപ്രസാദം എടുത്ത് അണിയുന്നതിൽ യാതൊരു തെറ്റുമില്ല എന്നുള്ളതാണ്. ആ പ്രദക്ഷിണം പൂർത്തിയാക്കി വന്ന് പ്രധാന ശ്രീകോവിലിൽ നിന്ന് പ്രസാദവും പ്രസാദ ഇലയും, അത് പുഷ്പാഞ്ജലി ആയിക്കൊള്ളട്ടെ, വഴിപാടായിക്കൊള്ളട്ടെ, അല്ല അവിടുത്തെ തിരുമേനി അല്ലാതെ തന്നെ നമുക്ക് നൽകുന്ന പ്രസാദമായിക്കൊള്ളട്ടെ, ഏതുമായിക്കൊള്ളട്ടെ, ആ ചുറ്റമ്പല ദർശനം കഴിഞ്ഞു വന്ന് വേണം സ്വീകരിക്കാൻ എന്നുള്ളത്. ഇതാണ് പ്രസാദം സ്വീകരിക്കുന്ന സമയത്ത് നമ്മൾ പാലിക്കേണ്ട ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്. ഇനി ചിലര് ചെയ്യുന്ന മറ്റൊരു തെറ്റ് എന്ന് പറയുന്നത്, ഈ പ്രസാദം വാങ്ങിക്കഴിഞ്ഞാൽ അപ്പൊ തന്നെ അതിൽ കിട്ടുന്ന ചന്ദനമോ കളഭമോ അല്ലെങ്കിൽ സിന്ദൂരമോ എന്തുമായിക്കൊള്ളട്ടെ, അത് അവിടെ നിന്ന് തന്നെ നമ്മുടെ തിരുനെറ്റിയിൽ അണിയുക എന്നുള്ളത് ഇത് തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ്. ആചാര്യന്മാർ പറയുന്നത് നമ്മൾ ഒരിക്കലും ആ ബിംബത്തെ നോക്കി ആ പ്രസാദം അണിയരുത് എന്നുള്ളതാണ്. ഒന്നുകിൽ പുറത്തു വന്നതിന് ശേഷം അണിയാം, അതല്ല എന്നുണ്ടെങ്കിൽ ആ ബിംബത്തിൽ നോക്കാതെ അല്പം ഇടത്തോട്ടോ വലത്തോട്ടോ മാറി നിന്നുകൊണ്ട് ആ പ്രസാദം അണിയുന്നതായിരിക്കും ഏറ്റവും ഉചിതം എന്ന് പറയുന്നത്. പ്രസാദം അണിഞ്ഞതിന് ശേഷം അമ്പലത്തിൽ കുറച്ചു നേരം ഇരിക്കുന്നതിലോ സമയം ചിലവഴിക്കുന്നതിലോ ഒന്നും തന്നെ യാതൊരു തെറ്റുമില്ല. അപ്പൊ ഈ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഇനി അടുത്തതും ഏറ്റവും പ്രധാനപ്പെട്ടതുമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഈ പ്രസാദം അല്ലെങ്കിൽ പ്രസാദ ഇല സ്വീകരിച്ചു കഴിഞ്ഞാൽ ആ പ്രസാദ ഇലയുമായി നമ്മൾ വന്ന് കയറേണ്ടത് നമ്മുടെ വീട്ടിലേക്കാണ്.
ഇതും ഒരുപാട് പേര് ചെയ്യുന്ന തെറ്റാണ്. അതായത് നമ്മൾ ക്ഷേത്രത്തിൽ പോകുന്നു, അവിടെ വഴിപാടുകളൊക്കെ സമർപ്പിച്ച് തിരിച്ചു വരുന്ന സമയത്ത് നമ്മുടെ സുഹൃത്തുക്കളുടെയോ ബന്ധുക്കളുടെയോ ഒക്കെ വീട്ടിൽ കയറും. ഒരു കാരണവശാലും ഇങ്ങനെ ചെയ്യാനായിട്ട് പാടില്ല. ഭഗവാന്റെ ചൈതന്യം പേറുന്ന നമ്മൾ കഴിപ്പിച്ച വഴിപാടിന്റെ അല്ലെങ്കിൽ നമ്മൾ പ്രാർത്ഥിച്ച ആ പ്രാർത്ഥനയുടെ ഫലമാണ് ആ പ്രസാദം എന്ന് പറയുന്നത്. അതുമായിട്ട് നമ്മുടെ വീട്ടിലാണ് നമ്മൾ വന്നു കയറേണ്ടത്. ഒരുപാട് പേർക്ക് സംശയം വരും, ദൂരെയുള്ള അമ്പലങ്ങളിലൊക്കെ പോകുന്ന സമയത്ത് ഇത് ചെയ്യാൻ പറ്റില്ലല്ലോ എന്ന്. അതിന്റെ കാര്യം എന്ന് പറയുന്നത്, നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ഒന്നുകിൽ ഹോട്ടലിലോ അല്ലെങ്കിൽ പരിചയമുള്ളവരുടെ വീട്ടിലോ ഒക്കെ ആയിരിക്കും താമസിക്കുന്നത്, അല്ലെ? അത് ഇടത്താവളമാണ്. അതൊരിക്കലും ഈ ഫലത്തെ ബാധിക്കുകയില്ല. തിരിച്ച് നമ്മൾ വന്നു കയറുന്നത് നമ്മുടെ വീട്ടിൽ തന്നെയാണ്. എന്നാൽ ഒരു ദൂരയാത്രയ്ക്ക് ക്ഷേത്രത്തിൽ പോകുന്ന സമയത്ത് നമ്മൾ വരുന്ന വഴിക്ക് ബന്ധുവിന്റെ വീട്ടിലൊന്ന് കയറിക്കളയാം എന്ന് കരുതി കഴിഞ്ഞാൽ അത് ഒരിക്കലും ഇടത്താവളമായിട്ട് മാറുകയില്ല. അത് തീർച്ചയായിട്ടും മറ്റൊരു ഭവനമായിട്ട് മാറുകയും അതോടൊപ്പം തന്നെ ഈ പറഞ്ഞതുപോലെ നമ്മുടെ ആ ഒരു ക്ഷേത്രത്തിൽ പോയതിന്റെ ഫലം നമ്മുടെ വീട്ടിലേക്ക് ലഭിക്കില്ല എന്നുള്ളതാണ്. അപ്പൊ ഈ ഒരു കാര്യം ഞാനിവിടെ പറഞ്ഞത്, അമ്പലത്തിൽ പോയി കഴിഞ്ഞാൽ അമ്പലത്തിൽ നിന്ന് നേരെ വീട്ടിൽ വന്ന് കയറുക എന്നതാണ് നമ്മൾ ഏറ്റവും ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം. ആ പ്രസാദവുമായിട്ട് വീട്ടിൽ വന്ന് കയറി അത് വീട്ടിൽ കൊണ്ടുവന്ന് വയ്ക്കുന്നതാണ് ഏറ്റവും ഉത്തമം എന്ന് പറയുന്നത്. ഇനി വീട്ടിൽ വന്നു കയറി കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്, ദേഹശുദ്ധി ഇല്ലാത്തവർക്ക് ഒരു കാരണവശാലും ഈ പ്രസാദം കൊണ്ടുപോയിട്ട് തൊടിയിക്കാൻ പാടില്ല എന്നുള്ളത്. പല അമ്മമാരും മക്കളോടും ബന്ധുക്കളോടും ഒക്കെയുള്ള സ്നേഹം കൊണ്ട് ചെയ്യുന്ന ഒരു തെറ്റാണ്, ക്ഷേത്രത്തിൽ പോയി പ്രസാദം കൊണ്ടുവന്നു കഴിഞ്ഞാൽ അണിഞ്ഞു കൊടുക്കും. ഈ നിൽക്കുന്ന വ്യക്തി കുളിച്ചിട്ടുണ്ടോ, ശുദ്ധിയാണോ, വൃത്തിയുണ്ടോ എന്നൊന്നും നോക്കില്ല. അത് കൊണ്ടുവച്ചിട്ട് അതിനുശേഷം അവർ കുളിച്ച് ശുദ്ധിയായതിനു ശേഷം എടുത്ത് അടിയുകയാണ് എന്നുണ്ടെങ്കിൽ ഏറ്റവും ഉത്തമമാണ്. അപ്പോൾ ഈ ഒരു കാര്യവും എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ്. അതായത് ദേഹശുദ്ധി ഇല്ലാത്ത ആരും തന്നെ പ്രസാദം അണിയാനായിട്ട് പാടില്ല. ഇനി അടുത്തതായിട്ടുള്ള കാര്യം, എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, പലരും ചെയ്യുന്ന ഒരു തെറ്റാണ്, ഈ പ്രസാദം കൊണ്ടുവന്ന് വീട്ടിന്റെ ഫ്രിഡ്ജിന്റെ പുറത്ത് അല്ലെങ്കിൽ TV സ്റ്റാൻഡിന്റെ പുറത്തൊക്കെ കൊണ്ടുവന്നങ്ങ് വയ്ക്കും. എന്നാൽ ഒരു കാരണവശാലും ഇങ്ങനെ ചെയ്യാൻ പാടില്ല. ഒന്നുകിൽ ഇത് നമുക്ക് നമ്മുടെ പൂജാമുറിയിൽ വയ്ക്കാം. നിങ്ങളുടെ വീട്ടിൽ വിളക്ക് വെക്കുന്നതിനടുത്ത് എവിടെയും കൊണ്ടുപോയിട്ട് വയ്ക്കാവുന്നതാണ്. ഈ പ്രസാദവും ഇലയും നമ്മൾ പൂജാ റൂമിൽ വെച്ച് കഴിഞ്ഞാലും 3 ദിവസം കഴിയുമ്പോൾ അത് അവിടെ നിന്ന് മാറ്റേണ്ടതായിട്ടുണ്ട്. കാരണം പ്രസാദവും ഇലയും ഒക്കെ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ 3 ദിവസമൊക്കെ കഴിയുമ്പോൾ ഈ ഇലയും പൂക്കളും വാടിക്കരിഞ്ഞു ഉണങ്ങും. ഇത് ഉണങ്ങിക്കഴിഞ്ഞാൽ പിന്നീട് വളരെ നെഗറ്റീവായിട്ടുള്ള കാര്യമാണ്. വാസ്തുവിൽ പറയുന്നത് ഈ പ്രസാദവും പൂക്കളും ഒക്കെ ഉണങ്ങിയത് വീട്ടിലിരിക്കുന്നത് വലിയ ദോഷമായിട്ട് വരും എന്ന് തന്നെയാണ്. നമ്മൾ ഗുണമെന്ന് കരുതി കൊണ്ടുചെന്ന് വെക്കുന്നത് നമുക്ക് തന്നെ ദോഷമായിട്ട് വന്നു ചേരുന്നതാണ്. ചന്ദനമൊക്കെ മാറ്റിയ ശേഷം ബാക്കി വരുന്ന പൂവും ഇലയും 2 രീതിയിൽ കളയാം. ഒന്നുകിൽ കത്തിച്ച് കളയാം, അതല്ല എന്നുണ്ടെങ്കിൽ രണ്ടാമതായിട്ട് നമ്മുടെ വീടിന്റെ വടക്ക് കിഴക്കേ മൂലയ്ക്ക് കുഴിച്ചിടാം. ഇത് രണ്ടും മാത്രമേ നമ്മൾ ചെയ്യാനായിട്ട് പാടുള്ളൂ. കത്തിച്ചു കളയുക എന്ന് പറയുന്നത് വേസ്റ്റിൽ കൂട്ടിയിട്ട് കത്തിക്കുക എന്നതല്ല. കർപ്പൂരമോ മറ്റോ തീ ഉണ്ടാക്കി ആ തീയിലിട്ട് കളയുന്നത് ഏറ്റവും നല്ലതാണ്. ഞാൻ പറയുന്നത് പൂവും മറ്റ് കാര്യങ്ങളുമാണ്, അല്ലാതെ ചന്ദനവും കുങ്കുമവും ഒന്നല്ല. അത് നമുക്ക് മാറ്റിവെച്ച് ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ വളരെ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് പൂജാമുറിയിലെ ഫോട്ടോയുടെ മുകളിലായിട്ടൊന്നും ഒരു കാരണവശാലും വയ്ക്കരുത്. ചില ആൾക്കാരൊക്കെ ക്ഷേത്രങ്ങളിൽ നിന്ന് കൊണ്ടുവരുന്ന ഈ പൂക്കള് വിഗ്രഹത്തിലും ഫോട്ടോസിലും ഒക്കെ ചാർത്തുന്നത് കണ്ടിട്ടുണ്ട്. ഒരു കാരണവശാലും ചെയ്യരുത്. അത് തെറ്റായിട്ടുള്ള കാര്യമാണ്. അതായത് ഒരു ഭഗവാന് നമ്മൾ സമർപ്പിച്ച അത് പിന്നീട് നിർമാല്യമായിട്ട് മാറുന്ന ഒരു വസ്തുവായിട്ട് തീരും. അപ്പൊ ആ പൂക്കൾ നമ്മുടെ വീട്ടിലെ ഭഗവാന് കൊണ്ട് ചാർത്തുന്നത് തീർത്തും തെറ്റായിട്ടുള്ള കാര്യമാണ്. അതും കൂടെ ഒന്ന് മനസ്സിലാക്കുക. അതുപോലെ തന്നെ നമുക്ക് ക്ഷേത്രത്തിൽ നിന്ന് കിട്ടുന്ന ചന്ദനവും കുങ്കുമവും ഒക്കെ നമ്മുടെ പ്രധാന വാതിലിന്റെ 2 വശവും പൊട്ടായിട്ടൊക്കെ തൊട്ടു കൊടുക്കുന്നത് ഏറ്റവും ഉത്തമമാണ്. ഈശ്വര സാന്നിധ്യം നമ്മുടെ വീട്ടിലേക്ക് കടന്നു വരാൻ സഹായിക്കുന്ന ഏറ്റവും നല്ല ഒരു കാര്യമാണത്. അപ്പൊ ഞാൻ ഈ പറഞ്ഞ രീതിയിലായിരിക്കണം നിങ്ങൾ പ്രസാദം വാങ്ങിക്കുന്നതും പ്രസാദം വാങ്ങിച്ച് വീട്ടിൽ കൊണ്ടുവന്നാൽ ചെയ്യുന്നതും. അല്ലാതെ ഈ പറഞ്ഞിരിക്കുന്ന തെറ്റുകൾ ഒന്നും തന്നെ ചെയ്യാതിരിക്കുക. നമ്മൾ ക്ഷേത്ര ദർശനം നടത്തുന്നത് ഭഗവാന്റെ അനുഗ്രഹത്തിനായിട്ടാണ്. എന്നാൽ ഈ തെറ്റുകൾ നമ്മൾ ചെയ്യുന്നത് ഭഗവാന്റെ കോപത്തിനിരയാക്കുന്ന കാര്യങ്ങളായിരിക്കും. അപ്പൊ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ കുറച്ചു പേർക്കെങ്കിലും ഉപകാരപ്രദമായി കാണും എന്ന് വിശ്വസിക്കുന്നു. ഇതുപോലുള്ള അറിവുകൾക്കായിട്ട് നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.
വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത്. നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങളോ അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഇനി ഏതെങ്കിലും കാര്യങ്ങളെക്കുറിച്ച് അറിയാനുള്ള താല്പര്യമോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സ് വഴി അറിയിക്കാവുന്നതാണ്. നന്ദി.